ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻ എക്സൽ ടെക്നോളജീസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ എന്താണ് ഇപ്പൊ ഒരു കോഡ് എഴുതുകയാണ്. അപ്പൊ കോഡ് എഴുതുമ്പോൾ ഈ ഫയൽസ് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുമല്ലോ. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചില ഫയൽസ് എന്താണ് നമ്മൾ റൺ ചെയ്യുമ്പോൾ കാണിക്കും അത് ആ ഒരു ഫയൽ അവൈലബിൾ അല്ലെന്ന്. ഇപ്പൊ ഇത് ഞാൻ റൺ ചെയ്ത് കാണിക്കാം. റൺ ചെയ്യുമ്പോൾ ഈ അഡാഫ്രൂട്ടിന്റെ ഇത് അവൈലബിൾ അല്ലെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനൊരു കേസ്, അതായത് ഇപ്പൊ അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അർഡിനോ ഐഡിയിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതിനായിട്ട് ടൂൾസ് എടുക്കുക. ടൂൾസിൽ മാനേജ് ലൈബ്രറീസ്. ഇപ്പൊ ഞാൻ ആ ഓപ്ഷൻസ് ഒന്ന് എടുത്തു വെച്ചുകൊണ്ടായിരുന്നു സൈഡിൽ കിടന്നത്. ഒന്നോടെ എടുക്കാം. അപ്പൊ ഇതിൽ കണ്ടോ അഡാഫ്രൂട്ട് ക്രിസ്റ്റൽ എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നിടത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോ അതില് എന്താണ് സെക്കൻഡ് വൺ. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് ഇതും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഏതൊക്കെ ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നോ ചില സമയത്ത് അവൈലബിൾ ആയിരിക്കും, ഓൾറെഡി ഡൗൺലോഡഡ് ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഞാൻ ഇപ്പം പറഞ്ഞത്. എന്നിട്ട് റൺ ചെയ്യുക. അപ്പൊ ഇത് സക്സസ്ഫുള്ളി റൺ ആയി. അപ്പോ ഇൻ കേസ് ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾ നോക്കുന്നത് ഇതിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യുക, ടൂൾസ് എടുത്തിട്ട് മാനേജ് ലൈബ്രറീസിൽ പോയി കഴിഞ്ഞാൽ ആ ലൈബ്രറിയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നാൽ ചില കേസിൽ ഇപ്പൊ നമ്മൾ ചിലത് ഇപ്പൊ എത്ര നോക്കിയാലും ചിലപ്പോൾ ഇതിൽ കണ്ടു എന്ന് വരത്തില്ല. അങ്ങനെ കേസസ് കുറവാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റില് അതായത് നമ്മുടെ ഗൂഗിളിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഗൂഗിളില് അതായത് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാനിപ്പോ ഗൂഗിളിൽ ഇവിടെ ലൈബ്രറീസ് സെർച്ച് ചെയ്തപ്പോ വന്നതാണ് ഈ ഒരു വെബ്സൈറ്റ്. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ എന്താണ് എനിക്ക് പല വേർഷൻസിന്റെ അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്യാൻ. അപ്പൊ ഈ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് ഇപ്പോ എന്റെ ഡെസ്ക്ടോപ്പിൽ കിടപ്പുണ്ട്, ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് അർഡിനോയിൽ ഐഡിയിൽ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്കെച്ച് എടുക്കുക. സ്കെച്ചിൽ ഇൻക്ലൂഡ് ലൈബ്രറി കണ്ടോ, ആഡ് സിപ്പ് ലൈബ്രറി. അപ്പം സിപ്പ് ലൈബ്രറിന്ന് ആഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സിപ്പ് ഫയല് അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫയൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാതെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും, ലൈബ്രറിയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ ഇപ്പോ ഐഡിയില് ഞാൻ ഓൾറെഡി ഒരു വട്ടം ഇത് ആഡ് ചെയ്തിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ എടുക്കുമ്പോഴത്തേക്കും അത് റൈറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടായിരിക്കും ആ ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് എന്താണ് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ എന്താണ് നമ്മുടെ മോണിറ്ററിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇൻ കേസ് ഏതെങ്കിലും ഒരു ഫയൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അർഡിനോ ഐഡിയിൽ ഉണ്ട്. അപ്പൊ ഈ വീഡിയോ